ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും മഴ തോരും മുമ്പ് എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ മനു ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടിയിട്ട് നെടുമ്പുറയ്ക്കൽ വരികയാണ്. അപ്പോൾ വൈജയന്തി മനുവിനെ കാണുമ്പോൾ തന്നെ പറയുകയാണ്, മനു, നിൻ്റെ സന്ധി സംഭാഷണമായി നീ ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല, എന്തൊക്കെയായാലും ഞാൻ അലീനെ പറഞ്ഞു വിടുമെന്ന് എന്നെ കട്ടായമായിട്ട് പറയുകയാണ്. നിൻ്റെ സന്ധിയും വേണ്ട, ഒരു സംഭാഷണം വേണ്ടെന്ന് വൈജയന്തി തീർത്ത് പറയുകയാണ്. എന്നിട്ട് മനു അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ എന്നിട്ട് മൂന്ന് മക്കളെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അതായത് രോഹിത്തിനെയും ബബിതയും കൃഷ്ണജയും വിളിച്ച് സംസാരിക്കണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ അമ്മയുടെ അഭിപ്രായം തന്നെയാണ്, അലീന ഇവിടെ നിൽക്കേണ്ട, അവളാണ് പ്രശ്നമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ അമ്മ ജയിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ ഈ വീട്ടുവേലക്കാരിക്ക് വേണ്ടി അച്ഛൻ ഇത്രയധികം റിസ്ക് എടുക്കേണ്ട ആവശ്യം എന്താണ്? അവളെ പാട്ടിന് പോട്ടെ. അപ്പോൾ അമ്മയും ജയിക്കും അച്ഛനും ജയിക്കത്തില്ലേ? നമ്മൾ കുടുംബം നോക്കി നല്ലപോലെ ജീവിച്ചാൽ പോരെ എന്നൊക്കെ ബബിത ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത്തിൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. അപ്പോൾ കൃഷ്ണജ മോളോട് പ്രത്യേകമായിട്ട് മനു ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണജ മോൾക്കും അതേ അഭിപ്രായം തന്നെയാണ്. അലീന പോവുകയാണെങ്കിൽ ഇവിടുത്തെ പ്രശ്നമൊക്കെ തീരുമെങ്കിൽ അലീന പോകുന്നത് തന്നെ നല്ലതെന്ന് കൃഷ്ണജയും പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവൾ നന്നായിട്ടല്ലേ നോക്കിയിരുന്നത് ഇതുവരെയും ചോദിക്കുകയാണ്. അതെ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവൾ നന്നായിട്ട് തന്നെ നോക്കിയിരുന്നു, അതിലൊന്നും ഒരു കുറവും വരുത്തിയില്ല എന്ന് പറയുകയാണ്. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാഞ്ഞുകൊണ്ട് അവൾ പോകുന്നെങ്കിൽ പോട്ടെ എന്നുള്ള ചിന്തയാണ് ഞങ്ങൾക്കുള്ളതെന്ന് അവർ പറയുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നിലപാട് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ബാലചന്ദ്രൻ അങ്കിളിൻ്റെ അഭിപ്രായം കൂടി ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ വളരെയധികം ടെൻഷനിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ബാലചന്ദ്രൻ തീർത്ത് പറയുകയാണ്, അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് പറ്റത്തില്ല, അലീന പോകുമെങ്കിൽ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിക്കുമെന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. മാത്രമല്ല അലീന എന്ന് പറയുന്നത് എൻ്റെ ഒരു ആയുധമാണ്, അവൾ എൻ്റെ കൂടെ തന്നെ വേണമെന്നൊക്കെ പറയുകയാണ്. എനിക്കിവിടെ പലരെയും താളത്തിൽ നിർത്തണമെങ്കിൽ അലീനയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ്. അലീന പറഞ്ഞു വിടുന്നെങ്കിൽ അവർ വിട്ടോട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ മനു വളരെയധികം കെഞ്ചി പറയുകയാണ്, അങ്കിളെ അവൾ പോകുന്നെങ്കിൽ പോട്ടെ എന്ന് പറയുകയാണ്. അവൾ പോകുന്നെങ്കിൽ പോട്ടെ, പക്ഷേ ഞാനും ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് എന്നെ ബാലചന്ദ്രൻ തീർത്ത് പറയുകയാണ്. പിന്നെ മനു ഒരു അഭിപ്രായം പറഞ്ഞില്ല, താഴോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ കൃഷ്ണജിയും ബബിതയും കൂടെ അവിടെ നിൽക്കുകയായിരിക്കും. അപ്പോൾ അച്ഛൻ എന്ത് പറയാൻ ചോദിക്കുകയാണ്. അച്ഛൻ ഒരു കാരണവശാലും അലീനെ വിടില്ല എന്നാണ് പറയുന്നത്, ഇനി വരുന്ന ഭവിഷ്യത്തൊക്കെ നിങ്ങൾ എന്നെ അനുഭവിക്കുമെന്ന് പറയണം, രണ്ട് കൂട്ടരും യോജിക്കാതിരുന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ മനു ചോദിക്കുകയാണ്. സമയം അവിടെ വൈജയന്തി വരികയാണ്. അപ്പോൾ ബാലചന്ദ്രൻ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്കിൾ ഒരു കാരണവശാലും അലീനെ പറഞ്ഞു വിടില്ല എന്നാണ് പറയുന്നത്, ഇനി വരുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ അനുഭവം, ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. ഏത് സമയമാണോ എന്ത് എനിക്ക് ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് ഇവിടെ വരാൻ തോന്നിയ ഒരു നശിച്ച സമയമായിപ്പോയി എന്നൊക്കെ പ്രാവിക്കൊണ്ട് മനു മുത്തശ്ശിയുടെ റൂമിലോട്ട് പോവുകയാണ്. എന്നിട്ട് മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. മുത്തശ്ശി, ബാലചന്ദ്രൻ അങ്കിൾ ഒരു കാരണവശാലും അലീനെ വിടില്ല എന്നാണ് പറയുന്നത്, എന്താണ് അതിനൊരു പരിഹാരം എന്ന് ചോദിക്കണം. അപ്പോൾ ബാലചന്ദ്രൻ ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ബാലചന്ദ്രൻ അവൻ്റെ കുടുംബം നോക്കിയാൽ പോരെ, ഒരു വേലയ്ക്ക് വന്ന പെണ്ണിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മനു മുത്തശ്ശി വഴക്ക് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശിക്ക് സപ്രപഞ്ചത്തിൽ കിടന്നാൽ മതിയല്ലോ, മുത്തശ്ശി ഈ തരം ആക്കിയത് അവളല്ലേ എന്നൊക്കെ ചോദിക്കണം. അതൊക്കെ ശരി തന്നെയാണ് മോന്, പക്ഷേ ഈ കുടുംബം കലങ്ങേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് നമ്മൾ മാറ്റി നിർത്തുകയല്ലേ വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. അവളൊരു 10-23 വയസ്സായ കുട്ടിയാണ്, അത് ജീവിതം എന്തെന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ, മുത്തശ്ശി പോലെ അല്ല, മുത്തശ്ശിക്ക് ഇനി മരണവും കാത്ത് കഴിയുകയാണ്, മുത്തശ്ശിക്ക് 10-80 വയസ്സ് ആയില്ലേ എന്നൊക്കെ മനു ചോദിക്കുകയാണ്. മോനെ, ഞാൻ അതൊന്നും അല്ല പറയുന്നത്, അപ്പോൾ ഇവിടെ വീട്ടിലുള്ളവർ അവളുടെ സേവനം വേണ്ട, മതിയാക്കി പോകുമെന്ന് പറയുമ്പോൾ അവൾ മതിയാക്കി പോവുകയല്ലേ വേണ്ടത്, പിന്നെ ഇവിടെ കടിച്ചു തൂങ്ങേണ്ട ആവശ്യം എന്താണ്, അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതിയെന്ന് മുത്തശ്ശി പറയുകയാണ്. അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ കഥകളുണ്ടെന്ന് അറിയില്ല എന്ന് പറയുകയാണ്. എന്തായാലും ഞാൻ ഇപ്പോൾ അലീനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലോട്ട് പോവുകയാണ് മനു. അവിടെ ചെന്ന് അലീനെ വിളിക്കുമ്പോൾ അലീന അവിടെ നിന്ന് കാണാനില്ല. നോക്കുമ്പോൾ ഒരു മൂലയിൽ ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ മനു അലീന എന്ന് വിളിക്കുകയാണ്. നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അപ്പോൾ മുഖമെല്ലാം കരഞ്ഞ് വീർത്ത് വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ്. അങ്ങനെ മനുവിനെ കണ്ട് എണീക്കാനായിട്ട് ശ്രമിക്കുകയാണ് അലീന. പക്ഷേ അലീനയ്ക്ക് വിഷമവും സങ്കടവും എല്ലാം കൊണ്ട് കാല് നിലത്ത് ഉറയ്ക്കുന്നില്ല. അങ്ങനെ മനു പതുക്കെ പിടിച്ച് നിർത്തുകയാണ്. നിനക്ക് എന്താണ് അലീന പറ്റിയത്? അപ്പോൾ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടല്ലേ മനുവേട്ട, എങ്കിൽ ഇവിടെ സർവ്വനാശമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നീ എന്തൊക്കെയാണ് പറഞ്ഞത്? നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ, വഴക്ക് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കണം. എന്നെ ആരും
ഉപദ്രവിച്ചില്ല, വഴക്ക് പറഞ്ഞില്ല. ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ തന്നെ കുത്തിയിരിക്കുകയാണ്. അപ്പോൾ മനു പറയണം, അലീന ഞാൻ ഒന്ന് പറയുന്ന കേൾക്കും, നീ കുറച്ച് ദിവസമെങ്കിലും ഒന്ന് മാറി നിൽക്കില്ല, ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് മാറി നിൽക്കില്ല, ഞാൻ മാറി നിന്നാൽ എല്ലാം നശിക്കും, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഉള്ള ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ അലീന ഇരിക്കുകയാണ്. പിന്നീട് മനു ഒന്നും സംസാരിക്കാൻ പോയില്ല, മനു നേരെ ഇറങ്ങുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് കൃഷ്ണജിയോടും ബബിതയോടും ഒക്കെ പറഞ്ഞിട്ട് മനു പറയുകയാണ്, ഞാൻ ഇറങ്ങുകയാണ്, ഇനി ഇതിലൊരു എന്ത് തീരുമാനമാകുമെന്ന് എനിക്കറിയില്ല, എല്ലാം ദൈവത്തിന് എന്നെ അറിയാമെന്ന് പറഞ്ഞിട്ട് മനു ഇറങ്ങുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ ബാൽക്കണിയിലിരുന്ന് മനുവിനെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ മനു ഒന്നും മിണ്ടിയില്ല, ദേഷ്യത്തിൽ തന്നെ പോവുകയാണ് ചെയ്തത്. മനു കാറും എടുത്തുകൊണ്ട് നേരെ വീട്ടിൽ വന്നു. എന്നിട്ട് കാര്യങ്ങളൊക്കെ രാജീവ് അങ്കിളിനോടും അമ്മയോടും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് മനു പറയുകയാണ്. നീ പോയപ്പോഴേ ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതാണ്, അതുപോലെ തന്നെ സംഭവിച്ചെന്ന് പറയാം. അവൾക്ക് എന്താണ് ബുദ്ധിമുട്ട് അവിടെ നിന്ന് പോകാനായിട്ട്? ഇപ്പോൾ ബാലചന്ദ്ര അങ്കിൾ ഇനി അവളെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷേ അങ്കിൾ ഒരിക്കലും അങ്ങനെ ചെയ്യാത്തതാണ്, അയാൾ കൊല്ലുമെന്ന് പറഞ്ഞാണ്, അല്ല എന്താണ് അവളെ പോകാൻ മടിക്കുന്നത്? അത് തന്നെയായിരിക്കും അവിടെ സംഭവിച്ചത്, എനിക്കറിയാം ഇനി എന്താണ് വേണ്ടതെന്ന്. അപ്പോൾ മനു ചോദിക്കുകയാണ്, അങ്കിളിന് സിംഗപ്പൂർ തിരിച്ചു പോകാനുള്ളതല്ലേ, വെറുതെ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ഇടപെടരുതെന്നൊക്കെ പറയുകയാണ്. ഞാനൊരു പ്രശ്നത്തിലും ചെന്ന് ഇടപെടത്തില്ല മനു, പക്ഷേ ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ബാലചന്ദ്രൻ എന്തുകൊണ്ടാണ് അവളെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തണം, അതാണ് നമുക്കറിയേണ്ട ആവശ്യം. ഒരു വീട്ടിൽ സാധാരണ ഒരു ജോലിക്ക് വരുന്ന കുട്ടി, അവളുടെ സേവനം വേണ്ട, അപ്പോൾ അവളെ മടക്കി അയക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ ഇങ്ങനെ പിടിച്ചു നിർത്തേണ്ട ആവശ്യം എന്താണ്? ഇപ്പോൾ കമലേട്ടത്തിയോടും രാജീവ് സംസാരിക്കുകയാണ്, അതല്ലേ ശരി? കമലേട്ടത്തിയും ചോദിക്കണം, അതേ രാജീവ്, അതാണ് ശരി. ബാലചന്ദ്രൻ ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? 3 മക്കളും പ്രായപൂർത്തിയായി, ഭാര്യയുണ്ട്, അപ്പോൾ അവരുടെയൊക്കെ കാര്യം നോക്കണ്ടേ? ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് തെറ്റല്ലേ മക്കളെ മുമ്പിലൊക്കെ എന്നുള്ള രീതിയിലൊക്കെ കമല സംസാരിക്കണം. അപ്പോൾ മനു കമലയെ വഴക്ക് പറയണം, അമ്മ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞതാണ് തെറ്റ്, ബാലചന്ദ്രൻ കാണിക്കുന്നതിൽ ഒരു കുഴപ്പമില്ലേ എന്നൊക്കെ കമല ചോദിക്കുകയാണ്. എനിക്കിനി ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് മനു മുകളിലോട്ട് പോവുകയാണ്. നിങ്ങൾ തന്നെ എന്തെങ്കിലും ഇതിനൊരു തീരുമാനമാക്കിയാൽ മതിയെന്നും പറയുകയാണ്. അപ്പോൾ എന്നിട്ട് കമലയും രാജുവായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഇവൾ അങ്ങനെ വിട്ടാൽ പറ്റില്ലെന്നും പിടിച്ച് പുറത്താക്കി എന്നെ വേണമെന്ന് പറയുക. അങ്ങനെ വീട്ടിൽ കുടിയിരുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നില്ലേ, നാട്ടുകാർ നമ്മൾ പേടിക്കേണ്ടതെന്നൊക്കെ കമല പറയുകയാണ്. അപ്പോൾ രാജീവിന് അതിനെ മൂളുകയാണ്, അതേ കമലയിട്ടെത്തി, ഞാൻ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, എന്തായാലും ഞാൻ അവിടം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രാജീവ് മേനോൻ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ബാലചന്ദ്ര അലീനയെ വിളിക്കുകയാണ്. അപ്പോൾ ബെല്ലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബെല്ലടിച്ചു, 2 ബെല്ലടിച്ചു. അപ്പോൾ രണ്ടാമത്തെ ബെല്ലിന് അലീന അവിടെ നിന്ന് എണീക്കുകയാണ്. അപ്പോൾ അലീന അടുക്കളയിൽ നിന്ന് കുത്തിയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീന അവിടെ നിന്ന് എണീക്കുകയാണ്. അപ്പോൾ കരഞ്ഞ് അലീന ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അലീനയ്ക്ക്, എങ്കിലും പതുക്കെ നടന്ന് സ്റ്റെപ്പിൻ്റെ അവിടെ എത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് വൈജയന്തി അവിടേക്ക് വരികയാണ്. അപ്പോൾ അലീനയുടെ മുഖമൊക്കെ കണ്ടിട്ട് ചോദിക്കുക, നിനക്ക് എന്താടി പറ്റിയത്, എന്താണ് പ്രശ്നമാണെന്ന് എൻ്റെ അടുത്ത് പറയാനൊക്കെ പറയുകയാണ്. അപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല മാഡം, എന്നോടൊന്നും കൂടുതൽ ചോദിക്കരുത്, എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടരുതെന്ന് പറഞ്ഞ് വൈജയന്തിയുടെ കെഞ്ചുകയാണ്. അപ്പോൾ അതൊന്നും പറ്റത്തില്ല, നീ ഇവിടെ നിന്ന് പോയേ പറ്റുള്ളൂ, നിന്നെ ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ലടി എന്നൊക്കെ പറയുകയാണ്. നീയാണ് എൻ്റെ സർവ്വനാശം എന്നൊക്കെ വൈജയന്തി പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ ബാലചന്ദ്രൻ മുകളിൽ നിന്ന് കേൾക്കുകയാണ്. എന്നിട്ട് അലീന എന്ന് വിളിക്കുക, നിന്നെ എത്ര വട്ടം വിളിച്ചു, ഇങ്ങോട്ട് കയറി വരാനായിട്ട് പറയുകയാണ്. ആ സമയത്ത് അലീന മുകളിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ വൈജയന്തി പറയുകയാണ്, ഇവിടെ വെച്ച് പൊറുപ്പിക്കാമെന്ന് വിചാരിക്കണേ, ഇന്ന് തന്നെ എൻ്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് അടിച്ചിറക്കുമെന്ന് വൈജയന്തി പറയണം. നമുക്ക് കാണാമെന്ന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ റൂമിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ വൈജയന്തി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്, ഇനി എന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്